പൂജപ്പുര സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന ധർമ്മരാജൻ ഒഴികെ സൂര്യനെല്ലി കേസിൽ പ്രതികളായ 34 പേർക്കാണ് ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 50,000 രൂപയുടെ ബോണ്ടും 2 പേരുടെ ആൾജാമ്യവുമാണ് പ്രധാന വ്യവസ്ഥ. പീഡനക്കേസിലെ ഇരയായ പെൺകുട്ടിയുടെ സ്വൈര്യജീവിതത്തിന് ഒരു തടസ്സവും വരുത്തരുതെന്ന് കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്നും കേരളം വിടരുതെന്നും വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. പ്രതികൾക്ക് തടവ് വിധിച്ച സെഷൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി മരവിപ്പിക്കുകയും ചെയ്തു. സ്ത്രീപീഡന കേസുകൾ പരിഗണിക്കുന്ന ജസ്റ്റിസുമാരായ KT ശങ്കരനും ML ജോസഫ് ഫ്രാൻസിസും അടങ്ങുന്ന പ്രത്യേക ബെഞ്ചിന്റേതാണ് ഉത്തരവ്. പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് ജനുവരിയിൽ സുപ്രീംകോടതി റദ്ദാക്കിയതിനെ തുടർന്നായിരുന്നു ഒന്നാം പ്രതി രാജു അടക്കമുള്ള 34 പ്രതികളും ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇവർക്ക് ജാമ്യം അനുവദിക്കരുതെന്നായിരുന്നു പ്രോസിക്യൂഷൻ നിലപാട്. പ്രോസിക്യൂഷന്റെ വീഴ്ച കൊണ്ടാണ് പ്രതികൾക്ക് ജാമ്യം കിട്ടിയതെന്ന് പെൺകുട്ടിയുടെ പിതാവ് ആരോപിച്ചു. ഇത് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് എന്തോ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. സുരേഷ് ബാബു സാറിനെയോ അല്ലെ ഈ CS അജയൻ സാറിനെയോ ഒക്കെ പ്രോസിക്യൂട്ടർ ആക്കിയിരുന്നുവെങ്കിൽ ഈ ജാമ്യം എല്ലാം ക്യാൻസലായി പോയിരുന്നേനെ. കീഴ്ക്കോടതി വിധിക്കെതിരെ സൂര്യനെല്ലി കേസിലെ പ്രതികൾ നൽകിയ അപ്പീൽ ഹൈക്കോടതിയുടെ ഇതേ ബെഞ്ച് അടുത്ത മാസം 2-ാം തീയതി പരിഗണിക്കും. പ്രശാന്ത് ആർ നായർ, കൊച്ചി, ഇന്ത്യ വിഷൻ.